അഞ്ചക്കള്ള കൊക്കാൻ ഒരു വെറൈറ്റി പേര്, വെറൈറ്റി പടം, അങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മളെ കമ്പനിക്കാരനെ വിളിച്ചു വരുത്തിയിട്ട് ഒരു പടം കാണാമെന്ന് പറഞ്ഞ് പോയതാ. അവനോട് പേര് പറയാൻ തന്നെ എനിക്ക് കിട്ടുന്നില്ല. ചിലൊരു വെറൈറ്റി പേര്, പക്ഷേ പടം കഴിഞ്ഞാൽ ആ പേരും പോയി ബൈഹാർട്ടാവും. ഒരു പ്രത്യേക വൈബ് പടം. ഈ അങ്കമാലി ഡയറീസ്, ഇയോബിൻ്റെ പുസ്തകം, പിന്നെ ചുരുളി, കമ്മട്ടിപ്പാടോ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക വൈബ് പടം. ചില വെറൈറ്റി മേക്കിങ്, സിനിമാറ്റോഗ്രാഫിയൊക്കെ വേറെ ലെവല്, അങ്ങനത്തെ ഒരു ക്വാളിറ്റി കണ്ടൻറ്റ് പടം അത്. ലുക്മാനാണ് ഈ പടത്തിലെ നായകൻ. പതിഞ്ഞ താളത്തെ തുടങ്ങിയിട്ട് കത്തിക്കേറുന്നൊരു നായകൻ. അത് ലുക്മാൻ കൈകാര്യമാക്കിയിരിക്കുന്നത്. പിന്നെ ചെമ്പൻ വിനോദിൻ്റെ റേഞ്ച് പറഞ്ഞാലും വേറെ ലെവല്. മുട്ടക്കടിച്ചിട്ട് വെറൈറ്റി ലുക്കുള്ള പോലീസുകാരെ കൈകാര്യമാക്കിയിരുന്നു. ഇതിൻ്റെ സംവിധാനം ഉല്ലാസ് ചെമ്പൻ. മൂപ്പര് എന്താ പറയുക, അങ്കമാലി ഡയറീസിൽ പോലീസ് വേഷം ചെയ്തിരിക്കണം. അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ അതിനത്. SI ഷാഹുൽ ഹമീദ്, നല്ല ഫുള്ള് എന്താ പറയുക, നല്ല ചിരിക്കാനൊക്കെ ഉള്ളൊരു ക്യാരക്ടർ അത്. ഒപ്പരാണ് ഇതിൻ്റെ സംവിധാനം. ചെമ്പൻ വിനോദ് ബ്രദർ. ഓരോ സീൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, എന്താ പറയുക, പക്ക പെർഫെക്റ്റ്. അതിലൊരു സീനുണ്ട്, കള്ള് ഷാപ്പ് എന്നുള്ള ഒരു സീന്. ഈ കില്ലാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഈ മെയിൻ വില്ലൻ്റെ മക്കൾ വരുന്നുണ്ട്. സീനറിയോ, ഇങ്ങനെ വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് വൈബ്. വെച്ചാൽ ഒരു കള്ള് ഷാപ്പ് എന്നൊരു 15 മിനിറ്റുള്ളൊരു സീനാണ്. ഒരു പാട്ടും വെച്ചിട്ട് ഇതിലൊരു ആക്ഷൻ ഉണ്ട്, വയലൻസ് ഒക്കെ ആയിട്ടുള്ള അമ്മാതിരിയാ. അതിൽ കില്ലാപ്പിയോളയിൽ മൂത്ത മോൻ്റെ റോൾ ചെയ്തത് മറ്റേ നമ്മൾ അങ്കമാലി ഡയറീസിലെ ചങ്ങായിയാണ്. എമ്മാതിരി രസമറിയോ, ചിരിച്ച് ഇതായിപ്പോ. ഓൻ്റെ സീൻ വരുന്ന നേരം ഭയങ്കര രസം. പിന്നെ ഓൻ്റെ അനിയുണ്ട്, അതിൽ എന്താ മൈക്കിൾ ജാക്സൻ്റെ ഒരു ഗെറ്റപ്പിൽ, പഴയ മൈക്കിൾ ജാക്സൻ്റെ ഗെറ്റപ്പിൽ വരുന്നത്. അതിൻ്റെ പേര് പ്രവീൺ എന്ന് പറഞ്ഞ ഉള്ള ഇതാണ്. 2 ആൾക്കാർ സ്ക്രീനിൽ വരുമ്പം തന്നെ വേറൊരു ലെവലിലേക്ക് പടം കയറിപ്പോവും. എനിക്ക് ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഓലെ സീൻ വരുമ്പോഴാണ്. എന്നുവെച്ചാൽ ഓലെ സീൻ മാത്രം കണ്ടാൽ മതി, നമ്മൾ കൊടുക്കുന്ന പൈസ മുതലാവും. ഐറ്റാ തന്നെ എന്താ പറയുക, ഒരു വേറൊരു വൈബിലേക്ക് പടം ഓലെ ഇതിൽ വരുമ്പോഴേ മാറിപ്പോയി. അങ്ങനത്തെ ഒരു സീന്. പിന്നെ പടത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ലുക്മാൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് കാണാൻ പറ്റുന്നത്. കാരണം നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ, വളരെ പതിഞ്ഞ താളത്ത് തുടങ്ങിയിട്ട് കത്തിക്കേറുന്ന ഒരു ക്യാരക്ടർ. പിന്നെ ലുക്മാൻ്റെ കുട്ടിക്കാലത്തെ സീനൊക്കെ നമുക്ക് ഈ സിനിമയിൽ നന്നായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. അതാണ് ഈ സിനിമേൻ്റെ വിജയം എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റിയ പടമാണ്. പൈസ ഒന്നും പോകില്ല. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസും ഒരു വൈബ് പടവും. അപ്പോൾ അടുത്ത പടമായിട്ട് കാണാം. ബൈ.